എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, എൻ്റെ മക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചപ്പോൾ 2024 ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു സംഗമത്തിലും 2025 സയൻസ് വിഭാഗത്തിൻ്റെ സംഗമം അഥവാ സയൻഷ്യയിലും നമ്മളൊക്കെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി. ഒരുപാട് കാലമായി കാണാതിരുന്ന കുറേ മക്കളെ ഈ സംഗമങ്ങളിൽ കൂടി കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കൊമേഴ്സ് മക്കളെയും തീർച്ചയായും അവരെ വിളിച്ചു ചേർക്കേണ്ടതുണ്ട്, ഒരു സംഗമം നടത്തേണ്ടതുണ്ട്. ബന്ധപ്പെട്ടവർ അത് ആലോചിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ മാഗസിനിൽ കൂടി പോയപ്പോഴാണ് മക്കളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബിസിനസ് രംഗത്ത്, അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ, എൻജിനീയറിങ്ങിൽ, റിസർച്ച് മേഖലയിൽ, പിന്നെ അധ്യാപകരായിട്ട്, യൂണിവേഴ്സിറ്റിയിൽ ഒക്കെയുള്ള പ്രൊഫസർമാരായി, അങ്ങനെയുള്ള ഉന്നത തലങ്ങളിലും അതോടൊപ്പം സാധാരണ കുറേയുള്ള തസ്തികകളിലുമായിട്ട് നമ്മുടെ മക്കൾ ലോകമെമ്പാടും നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, വിദേശങ്ങളിലൊക്കെ ഉന്നത പദവികളിൽ വർക്ക് ചെയ്യുന്ന മക്കൾ ഉണ്ട് എന്നറിയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് അതൊക്കെ ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. വളരെ അധികം സന്തോഷിക്കുന്നു ഞാൻ ആ കാര്യത്തിൽ. അതിൽ നമ്മുടെ സയൻഷ്യ ആ സംഗമത്തിൽ മക്കളും അധ്യാപകരും ഒക്കെ കുറേ ഡിസ്കസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നല്ല ഒരു പ്രോജക്റ്റ്, ഒരു സയൻഷ്യ ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് സ്കൂളിനായി സമർപ്പിക്കുകയുണ്ടായി. വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് എൻ്റെ മക്കളത് ഏറ്റെടുത്തത്. എനിക്കത് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും. ഏതാണ്ട് ആ പ്രോജക്റ്റ് ഒരു 50 കോടി 50 ലക്ഷത്തിൻ്റെതായിരുന്നു. അതിലേതാണ്ട് ഇപ്പം 33 ലക്ഷം സ്കൂളിലേക്ക് ഇപ്പം സമർപ്പിച്ച് കഴിഞ്ഞു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പെട്ടെന്ന് അത് തന്നെ ചില മക്കളൊക്കെ നന്നായി അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ തന്നെ സംഭാവന ചെയ്തവരുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് 33-ലെത്തിയത്. നമുക്ക് ആ പ്രോജക്റ്റ് തീർച്ചയായും പൂർത്തിയാക്കണം. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം +2 തുടങ്ങിയത് 1998-ലാണ്. ഏതാണ്ട് 25ഓളം ബാച്ചുകൾ സയൻസിൽ ഉള്ള മക്കൾ ഇപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു. ആ മക്കളൊക്കെ ഒന്നിച്ച് സംഗമിച്ചതായിരുന്നു നമ്മുടെ സയൻഷ്യ. അപ്പോൾ അതിലെടുത്ത ആ തീരുമാനം പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പോഴും അതിലേക്ക് സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു ടൈം ലിമിറ്റ് വെച്ചതുണ്ട്. അതിലത് പൂർത്തിയാകുന്നു മാത്രമല്ല, എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ നമ്മുടെ കണ്ടുവച്ച ആ പ്രൊജക്റ്റിൻ്റെ സംഖ്യയിൽ കൂടുതലാവാനേ സാധ്യതയുള്ളൂ. കാരണം മക്കൾക്ക് അത്രയും നമ്മുടെ സ്ഥാപനത്തോട് അടുപ്പമുണ്ട്. ഞാൻ 72 സർവീസിൽ കയറിയ ആളാണ്. 2000 ഹയർ സെക്കൻഡറി 98 വന്ന് 2000 ഞാൻ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുന്നത്. 2006 ഞാൻ റിട്ടയർ ചെയ്തു. ആ ഉള്ള ഒരു എൻ്റെ കാലത്തുണ്ടായ 6 കൊല്ലത്തെ മക്കളുമായിട്ടുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ആയിരുന്നു മക്കളുമായിട്ട് എനിക്ക് ഉള്ള ഒരു ബന്ധം. നമ്മുടെ മാനേജ്മെൻ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരു കോഴയും സ്വീകരിക്കാതെ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് ഉള്ള ഒരു മാനേജ്മെൻറ്റ്, സ്കൂളിനെ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു PTA, നല്ല രക്ഷിതാക്കൾ, നല്ല നാട്ടുകാർ, ഇതെല്ലാം കൂടി ഒത്തു വന്നപ്പോഴാണ് നമ്മുടെ സ്കൂൾ പ്രശസ്തിയിലേക്ക്, ഉന്നതിയിലേക്ക്, റിസൾട്ട് കൊണ്ടും നമ്മുടെ മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസിലും എന്ത് പറയാനാ എല്ലാറ്റിലും ഇപ്പം നമ്മുടെ സ്കൂൾ വർഷം തോറും അതിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ സന്തോഷമാണ്. ഈ തരുണത്തിൽ നമ്മുടെ സയൻഷ്യയിൽ നാം എടുത്ത തീരുമാനം പൂർത്തീകരിക്കാൻ ഏതൊക്കെ രീതിയിലാണ് സാധ്യമാവുക, പൂർണ്ണമായ സഹകരണം മക്കൾ തീർച്ചയായും ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്.
അത് നിങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ നേരുന്നു.